Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു രീതി നമ്മൾ അവലംബിക്കുകയാണ്. പൊതുവെ എല്ലാ ക്ലാസ്സിലും നമ്മൾ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പോരുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ആ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളും അനലൈസ് ചെയ്യുന്ന രീതി മാറി. ഇന്നു മുതൽ നമ്മൾ എല്ലാ ക്ലാസ്സിലും ഓരോ ക്ലാസ്സുകളും നമ്മൾ കറന്റ് അഫയേഴ്സുകളാണ് പ്രധാനപ്പെട്ട 5 കറന്റ് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറന്റ് അഫയേഴ്സ് ആണ്. ഇന്ത്യയിലെ അടുത്ത കാലത്ത് നടന്ന പ്രധാനപ്പെട്ട 5 കറന്റ് അഫയേഴ്സും ആ ഡാറ്റകളുടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകും. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് എവിടെയാണ്? നമുക്കറിയാം കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറഞ്ഞാൽ കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ എന്ന് വെച്ചാൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളാണ് നമ്മൾ കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളെയാണ് നമ്മൾ കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ. ഈ കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളായിരുന്ന രാഷ്ട്രങ്ങൾ, അതാണ് കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ. ആ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ ഒരു മാമാങ്കം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്നതാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസ് നടന്നത് ബർമിംഗ്ഹാമിലാണ്. എവിടെയാണ്? ബർമിംഗ്ഹാമിലാണ് ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ബ്രിട്ടനിലെ ബർമിംഗ്ഹാം കിട്ടിയ അല്ലെങ്കിൽ യുകെയിലെ ബർമിംഗ്ഹാമിലാണ് ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ് നടന്നത്. ഈ വർഷം നടന്നത് 2022 ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലാണ് നടന്നത്. 22ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ് നടന്നത്. ഓർത്ത് വയ്ക്കുക, 56 കോമൺവെൽത്ത് രാഷ്ട്രങ്ങളാണ് പൊതുവെ. 56 കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുണ്ട്. പക്ഷേ 72 രാഷ്ട്രങ്ങളാണ് ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത്. 56 കോമൺവെൽത്ത് രാഷ്ട്രങ്ങളാണ്. അതുകൂടാതെ മറ്റു രാഷ്ട്രങ്ങളും കൂടി 72 രാഷ്ട്രങ്ങളാണ് ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തതെന്ന് ഓർത്തിക്കുക. 1930 ലോകത്തിൽ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത്. മറക്കണ്ട, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് ആരംഭിച്ചത് 1930 ആരംഭിച്ചത്. ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ച രാഷ്ട്രങ്ങളാണ് കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ. ആ രാഷ്ട്രങ്ങളുടെ ഗെയിംസ് ആണ് കോമൺവെൽത്ത് ഗെയിംസ്. അപ്പോൾ ഇത് ആരംഭിച്ചത് 1930 ഈ വർഷം നടന്നത് യുകെയിലെ ബർമിംഗ്ഹാമിലാണ്. ഓർത്തിക്കുക, 56 കോമൺവെൽത്ത് രാഷ്ട്രങ്ങളാണുള്ളത്. പക്ഷേ 72 രാഷ്ട്രങ്ങളാണ് ഈ വർഷം പങ്കെടുത്തത്. ഇനി ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? ഓസ്ട്രേലിയയാണ് 1ാം സ്ഥാനം നേടിയത്. ഓർത്തിക്കുക, 57 സ്വർണവും വാങ്ങി 178 മെഡലുകൾ, 57 സ്വർണം ഉൾപ്പെടെ 178 മെഡലുകൾ വാങ്ങി 1ാം സ്ഥാനം കിട്ടിയത് ആർക്കാണ്? 1ാം സ്ഥാനം കിട്ടിയത് ഓസ്ട്രേലിയക്കാണ്. അതിനുശേഷം സെക്കൻഡ് പ്ലേസ് കിട്ടിയത് 2ാം സ്ഥാനം ഇംഗ്ലണ്ടിനും, 3ാം സ്ഥാനം കാനഡയ്ക്കും, 4ാം സ്ഥാനം ഇന്ത്യക്കും കിട്ടി. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിൽ ഈ വർഷം കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ മറക്കരുത്, 4ാം സ്ഥാനമാണ് നമുക്ക് കിട്ടിയത്. 1ാം സ്ഥാനം ഓസ്ട്രേലിയയാണ്, 178 മെഡലുകൾ വാങ്ങി, 57 സ്വർണം ഉൾപ്പെടെ 178 മെഡലുകളാണ് വാങ്ങിയത്. 1ാം സ്ഥാനം ഓസ്ട്രേലിയ, 2ാം സ്ഥാനം ഇംഗ്ലണ്ട്, 3ാം സ്ഥാനം കാനഡ, 4ാം സ്ഥാനം ഇന്ത്യ. നമ്മൾ 22 സ്വർണ്ണ മെഡലുകൾ ഉൾപ്പെടെ 61 മെഡലുകൾ, 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകൾ വാങ്ങി ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തി. ഇനി ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തിയത് ഓർത്തു വയ്ക്കാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം, മലയാളികൾക്കും അതിൽ അഭിമാനിക്കാവുന്നതാണ്. ഈ കോമൺവെൽത്ത് ഗെയിംസിൽ 6 മലയാളികൾ കൂടി ആ മെഡൽ പട്ടികയിൽ ഉൾപ്പെട്ടു. 6 മലയാളികൾ കൂടിയത് മെഡൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, എറണാകുളം ജില്ലയിൽ നിന്ന് എൽദോസ് പോളാണ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം വാങ്ങുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം വാങ്ങുന്ന ആദ്യത്തെ മലയാളിയായിട്ട് ആര് മാറി? എൽദോസ് പോൾ മാറി. പിന്നെ അബ്ദുള്ള അബൂബക്കർ, നമുക്കറിയാം അബ്ദുള്ള അബൂബക്കർ, അതോടൊപ്പം ദീപിക പള്ളിക്കൽ തുടങ്ങി PR ശ്രീജേഷ് ഉൾപ്പെടെ 6 മലയാളികളും ഈ കോമൺവെൽത്ത് ഗെയിംസിന്റെ മെഡൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ ആയില്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മറക്കാതെ ഓർത്ത് വയ്ക്കുക. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ച 1930 മുതലാണ്. 56 കോമൺവെൽത്ത് രാഷ്ട്രങ്ങളാണുള്ളത്. പക്ഷേ ഈ വർഷം 72 രാഷ്ട്രങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ ഗെയിംസ് നടന്നത് എവിടെയാണ്? ബർമിംഗ്ഹാമിലാണ്, യുകെയിലെ ബർമിംഗ്ഹാമിലാണ് നടന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. 1ാം സ്ഥാനം ഓസ്ട്രേലിയക്കാണ്, 2ാം സ്ഥാനം ബ്രിട്ടനാണ്, 3ാം സ്ഥാനം കാനഡയ്ക്കാണ്, 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. 22 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകൾ വാങ്ങി, 61 മെഡൽ, 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുകൾ വാങ്ങി ഇന്ത്യ 4ാം സ്ഥാനത്ത്. അതിൽ 6 മലയാളികളാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് എൽദോസ് പോളി, മറക്കരുത്, എറണാകുളം ജില്ലക്കാരനാണ്. ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യത്തെ മലയാളി കൂടിയാണ് ആര്? ഈ പറഞ്ഞ എൽദോസ് പോളി എന്ന് ഓർത്തിക്കുക. പിന്നെ PR ശ്രീജേഷ് ഉണ്ട്, ദീപിക പള്ളിക്കലുണ്ട്, അതുകൂടാതെ അബ്ദുള്ള അബൂബക്കർ, ട്രീസ തുടങ്ങിയവരൊക്കെ ഓർത്ത് വയ്ക്കുക. അങ്ങനെ 6 മലയാളികളും ഈ മെഡൽ പട്ടികയിൽ ഉണ്ട് എന്ന് ഓർത്തിക്കുക. അപ്പോൾ 1ാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, കോമൺവെൽത്ത് ഗെയിംസ് 22ാം ഗെയിംസ് ബർമിംഗ്ഹാമിലാണ്. ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2022 ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2022 ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ചതാണ്. 2022 ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ചത് ടെസ്സി തോമസ്. നമുക്കറിയാം, ഇന്ത്യയുടെ മിസൈൽ വുമൻ എന്നറിയപ്പെടുന്ന ആലപ്പുഴ ജില്ലക്കാരിയായ ടെസ്സി തോമസ് ആണ്
ഈ വർഷത്തെ ലോകമാന്യ തിലക് ട്രസ്റ്റ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ ഈ ലോകമാന്യ തിലക് അവാർഡ് നൽകുന്ന ലോകമാന്യ തിലക് സ്മാരക ട്രസ്റ്റ് ആണ് എല്ലാ വർഷം ലോകമാന്യ തിലക് അവാർഡ് നൽകുന്നത്. ഈ വർഷം ലഭിച്ചത് ടെസ്സി തോമസിനാണ്. മലയാളിയാണ്. മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വനിതയാണ്. ആലപ്പുഴ ജില്ലക്കാരിയാണ്. അതോടൊപ്പം തന്നെ ഷീസ് എ ഫസ്റ്റ് വുമൻ ബിക്കം ദി പ്രൊജക്ട് ഡയറക്ടർ ഓഫ് എനി മിസൈൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏതെങ്കിലും മിസൈലുകളുടെ പ്രൊജക്ട് ഡയറക്ടർ ആകുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ആര്? ടെസ്സി തോമസ്. നമുക്കറിയാം ഇന്ത്യയുടെ വജ്രായുധം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ആദ്യത്തെ കോണ്ടിനെന്റൽ മിസൈൽ എന്നറിയപ്പെടുന്ന അഗ്നി 5 പ്രൊജക്ട് ഡയറക്ടറാണ് ആര്? ടെസ്സി തോമസ്. അഗ്നി 5 മാത്രമല്ല, അഗ്നി 4ന്റെയും അഗ്നി 5ന്റെയും അതിൽ അഗ്നി 5നെയാണ് നമ്മൾ ഇന്ത്യയുടെ വജ്രായുധം എന്ന് പറയുന്നത്. ആ ഇന്ത്യയുടെ വജ്രായുധം എന്നറിയപ്പെടുന്ന അഗ്നി 5ന്റെയും അഗ്നി 4ന്റെയും പ്രൊജക്ട് ഡയറക്ടറായ ടെസ്സി തോമസിനാണ് ഈ വർഷത്തെ ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ചത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ മറക്കേണ്ട, ഈ വർഷത്തെ ലോകമാന്യ തിലക് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ടെസ്സി തോമസ് ആണെന്ന് മറക്കാതെ പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി, രണ്ടാമത്തെ കറണ്ട് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി മൂന്നാമത്തെ നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനമാണ് വഹിച്ചിരുന്നത്? ക്ലിയർ, ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനമാണ് വഹിച്ചിരുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. പൊതുവെ നമ്മൾ രാഷ്ട്രപതി ആരാണെന്ന് പഠിക്കും, ഏത് സംസ്ഥാനം എന്നാണ് പഠിക്കും, അല്ലെങ്കിൽ എത്രാമത്തെ ആളാണെന്ന് പഠിക്കും. ഇങ്ങനെ ചോദ്യം വളരെ അപൂർവമായിട്ടായിരിക്കും വരിക, പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ചില ആളുകളുടെ അവർ മുന്നേ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ അവർ മുന്നേ എൻജോയ് ചെയ്തിരുന്ന പോസ്റ്റുകൾ ഏതാണെന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഓർത്തിക്കുക, ദ്രൗപദി മുർമു നമുക്കറിയാം ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയാണ്. ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണർ സ്ഥാനമാണ് വഹിച്ചിരുന്നത്. അപ്പൊ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനമാണ് വഹിച്ചിരുന്നത് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക, ദ്രൗപദി മുർമു ജാർഖണ്ഡിന്റെ ഗവർണർ സ്ഥാനമാണ് വഹിച്ചത്. അപ്പൊ ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യയുടെ പുതിയ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനമാണ് വഹിച്ചിരുന്നത്? ജാർഖണ്ഡ് തന്നെയാണ്. ഇനി 15ാമത്തെ രാഷ്ട്രപതിയാണ്, നമുക്കറിയാം 15ാമത്തെ രാഷ്ട്രപതിയാണ്. രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് അല്ലെ? രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ആകാം പ്രതിഭ ദേവി സിംഗ് പാട്ടീലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി എന്ന് പറയുന്നത് നമുക്കറിയാം പ്രതിഭ ദേവി സിംഗ് പാട്ടീലാണ്. രണ്ടാമത്തെ ആളാണ് ആര്? ദ്രൗപദി മുർമു. ഇനി സംസ്ഥാനം ചോദിച്ചാൽ അതാണ് ഒഡീഷൻ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു വനിതയാണ് ആര്? ഈ പറഞ്ഞ ദ്രൗപദി മുർമു. അതോടൊപ്പം തന്നെ ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് ദ്രൗപദി മുർമു. നമുക്ക് ദളിത് എന്ന് പറഞ്ഞാൽ അറിയാം, രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ദളിതൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ്? കെആർ നാരായണനാണ്. പക്ഷെ ഗോത്രവർഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി വെച്ചാൽ അത് ദ്രൗപദി മുർമുവാണ്. ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലുള്ള ഉബർബേഡ എന്ന വില്ലേജിൽ നിന്നുള്ള വനിതയാണ് ആര്? ദ്രൗപദി മുർമു. മറക്കണ്ട, ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉബർബേഡ എന്ന വില്ലേജിൽ നിന്നുള്ള വ്യക്തിയാണ് ആര്? ഈ പറയുന്ന ദ്രൗപദി മുർമു. അതോടൊപ്പം തന്നെ സാന്താൾ വംശം, നമുക്കറിയാം ജാർഖണ്ഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഗോത്ര വിഭാഗമാണ് സാന്താൾ വംശത്തിൽപ്പെട്ട വ്യക്തിയും കൂടിയാണ് ആര്? ഈ പറഞ്ഞ ദ്രൗപദി മുർമു. അതുകൊണ്ടാണ് ഗോത്രവർഗത്തിൽ നിന്ന് ആദ്യത്തെ രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ മറക്കണ്ട, ഇത്രയും നമ്മൾ ഓർത്തിക്കുക. ദ്രൗപദി മുർമു എന്ന് പറയുന്നത് 15ാമത്തെ രാഷ്ട്രപതിയാണ്. ജാർഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഗവർണർ സ്ഥാനമാണ് വഹിച്ചിരുന്നത്. ഒഡീഷയിൽ നിന്നുള്ള വ്യക്തിയാണ്. രണ്ടാമത്തെ വനിതയാണ്. ആദ്യത്തെ വനിത പ്രതിഭ ദേവി സിംഗ് പാട്ടീലാണ്. രണ്ടാമത്തെ വനിതയാണ്. ആദ്യത്തെ ഗോത്രവർഗക്കാരിയാണ്. ഗോത്രം ചോദിച്ചാൽ സാന്താൾ വംശത്തിൽ നിന്നാണ്. ഒഡീഷൻ സംസ്ഥാനത്ത് നിന്ന വ്യക്തിയാണ്. ഓർക്കുക, ഒഡീഷയിലെ മയൂർഭഞ്ചിലെ ഉബർബേഡ വില്ലേജിൽ നിന്ന് ജനിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഉബർബേഡ ജില്ലയിൽ നിന്നുള്ള വ്യക്തി കൂടിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഓർത്തു വയ്ക്കുക, മൂന്നാമത്തെ കറണ്ട് അഫയേഴ്സ് ഓർത്ത് വയ്ക്കുക, ദ്രൗപദി മുർമുവുമായി ബന്ധപ്പെട്ടാണ്. ഇനി നാലാമത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റോർണി ജനറലുമായാണ്. ഇന്ത്യയിലെ പുതിയ അറ്റോർണി ജനറൽ ആരാണ്? നമുക്കറിയാം വെങ്കിട്ടരമണി. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പുതിയ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് വെങ്കിട്ടരമണിയാണ്. നമുക്കറിയാം അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആർട്ടിക്കിൾ 76 പ്രകാരമാണ് അറ്റോർണി ജനറൽ എന്ന പോസ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നത്. അറ്റോർണി ജനറൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലീഗൽ അഡ്വൈസറാണ്, നിയമ ഉപദേഷ്ടാവാണ്, ഏറ്റവും ഉയർന്ന ലീഗൽ ഓഫീസർ ഒക്കെയാണ് അറ്റോർണി ജനറൽ. ലോകസഭാ അംഗമല്ലെങ്കിലും പാർലമെന്റ് അംഗമല്ലെങ്കിലും പാർലമെന്റിൽ സംസാരിക്കാനും പാർലമെന്റിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അധികാരമുള്ള ഒരേ ഒരു പാർലമെന്റ് അംഗമല്ലാത്ത വ്യക്തി കൂടിയാണ് ആര്? അറ്റോർണി ജനറൽ. നമുക്കറിയാം അറ്റോർണി ജനറലിന്റെ ടോപ്പിക് നമ്മൾ വേറെ എടുത്തിട്ടുണ്ട്, അത് വിശദമായിട്ട് കണ്ടറിയാം. പാർലമെന്റിൽ അംഗമല്ലാത്ത, പാർലമെന്റിൽ സംസാരിക്കാനും പങ്കെടുക്കാനും സംസാരിക്കാൻ അധികാരമുള്ള പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 76 പ്രകാരമാണ് അറ്റോർണി ജനറൽ വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നിയമ ഉപദേഷ്ടാവാണ്, ഗവൺമെന്റിനെ ഉപദേശിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് MC സേതൽവാദാണ്. ഇന്ത്യയിൽ ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് MC സേതൽവാദാണ്. അറ്റോർണി ജനറൽ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ജസ്റ്റ് റീസെന്റ് ഇപ്പൊ വെങ്കിട്ടരമണിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആളാരാണ്? KK
വേണുഗോപാൽ. മറക്കണ്ട, അറ്റോർണി ജനറൽ ആയിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചാൽ കെ കെ വേണുഗോപാലാണ്. 2 തവണ അറ്റോർണി ജനറൽ ആയിട്ടുള്ള മലയാളി ചോദിച്ചാലും കെ കെ വേണുഗോപാലാണ്. ഇപ്പോഴത്തെ ആള് ആരാണ്? വെങ്കിട്ട രമണി. അപ്പൊ മറക്കണ്ട, ഇപ്പോഴത്തെ ഇന്ത്യ അറ്റോർണി ജനറൽ വെങ്കിട്ട രമണിയാണ്. ആർട്ടിക്കിൾ 76(1) ആണ്. ആദ്യത്തെ ആള് എന്ന് പറയുന്നത് MC സേതൽവാദാണ്. ആദ്യത്തെ മലയാളി കെ കെ വേണുഗോപാലാണ്. 2 തവണയായിട്ടുള്ള മലയാളി ചോദിച്ചാലും കെ കെ വേണുഗോപാലാണ്. ഇപ്പോഴത്തെ ആള് വെങ്കിട്ട രമണി. ആർട്ടിക്കിൾ 76(1) മറക്കരുത്. പാർലമെന്റിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അധികാരമുള്ള പാർലമെന്റ് അംഗമല്ലാത്ത ഒരേ ഒരു വ്യക്തി കൂടിയാണ് നമ്മൾ ഈ പറയുന്ന അറ്റോർണി ജനറൽ എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമോ? അപ്പൊ നമ്മുടെ 4ാമത്തെ കറണ്ട് അഫയേഴ്സും കഴിഞ്ഞു. ഇനി 5ാമത് നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഡാം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഡാം എവിടെയാണ്? ജസ്റ്റ് റീസെന്റ്, ഈ അടുത്ത കാലത്താണ് നമ്മുടെ പ്രധാനമന്ത്രി അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ ഡാം എന്നറിയപ്പെടുന്നത്, ഗയജി ഡാം എന്ന് പറയും. ഗയജി ഡാം ബീഹാറിലാണ്. ബീഹാറിലെ ഫൽഗു നദിയിലാണ് ഈ ഗയജി ഡാം എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത്. ഗയജി എന്ന് പേര് കൊടുക്കുന്നത് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറാണ് ഗയജി എന്ന പേര് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഗയ, നമുക്കറിയാം ബീഹാറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പിൽഗ്രിം സെന്റർ, ബീഹാറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് ഗയ. ആ ഗയ എന്ന പേര് ഉൾപ്പെടുത്തിയാണ് ഗയജി ഡാം എന്ന് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാമാണ് എന്ന് ഓർത്തിക്കുക. അപ്പൊ ആ പേര് നിർദ്ദേശിച്ച ആള് നിതീഷ് കുമാറാണ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. ബീഹാറിലെ ഗയയിലാണെന്ന് ഓർത്തിക്കുക. പ്രധാനമന്ത്രിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. 411 മീറ്റർ കിട്ടിയ 411 മീറ്റർ നീളമുള്ള ഏകദേശം 95 മീറ്റർ വീതിയുള്ള ഒരു ഡാമാണ്. 324 കോടി രൂപ ചെലവിട്ട് ബീഹാറിലെ ഫൽഗു നദിയിലാണ് ഈ ഗയജി ഡാം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പൊ മറക്കണ്ട, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗയജി ഡാമാണ്. ബീഹാറിലെ ഗയയിലാണ്. ഗയ എന്ന പേരിൽ നിന്നാണ് ഗയജി എന്ന പേര് വരുന്നത്. പേര് നിർദ്ദേശിച്ചത് ബീഹാർ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറാണ്. ഇനോഗ്രേറ്റ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 411 മീറ്റർ നീളമുണ്ട്, 95 മീറ്റർ വീതിയുണ്ട് എന്ന് ഓർക്കുക. 324 കോടി രൂപ ചെലവിട്ടാണ് നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഈ റബ്ബർ ഡാം നിർമ്മിച്ചുള്ളത്. കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. IIT റൂർക്കിയിലെ എക്സ്പെർട്ടുകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ദാറ്റ് ഈസ് IIT റൂർക്കിയിലെ എക്സ്പെർട്ടുകളെല്ലാം കൂടിയാണ് ഇത് രൂപകൽപ്പന ചെയ്തും നിർമ്മിച്ചതും എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സുകളാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്, സിംഗിൾ വേർഡ് ആയിട്ടല്ല, മുന്നേ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇനി ഒരു കാരണവശാലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ഒരു ചോദ്യം ഒരു ഉത്തരം പഠിക്കാതെ ആ പഠിക്കുന്ന കണ്ടന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് പഠിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇന്ന് 5 കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പഠിച്ചപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വളരെ നന്നായി കറണ്ട് അഫയേഴ്സുകൾ പഠിക്കുക. എല്ലാ ആഴ്ചകളും ഇതേപോലെ 5 വീതം കറണ്ട് അഫയേഴ്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ആഴ്ചകളും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും മുടങ്ങാതെ എല്ലാ ആഴ്ചകളും തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങൾ നമ്മൾ വീഡിയോസുകൾ ഇടും. അപ്പോൾ മുടങ്ങാതെ എല്ലാ ആഴ്ചകളും കാണാൻ ശ്രമിക്കുക. എല്ലാ ആഴ്ചകളും 5 വീതം കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കും. അപ്പോൾ അത് വളരെ വിശദമായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പർ നിങ്ങൾ വാട്സപ്പ് നമ്പറാണ്, അതിൽ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളൊക്കെ നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്ന് വെച്ചാൽ പഠനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റാളുകളെ അവർക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.